നമസ്കാരം. അധ്യാത്മരാമായണം തുടരുകയാണ്. ഇന്ന് യുദ്ധകാണ്ഡത്തിൽ അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും രാവണവധം എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞീലഗസ്ത്യൻ തഥാ വന്നിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയെന്നരുൾ ചെയ്താൻ അഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്കു വന്നിതു ഞാനെടോ. ശത്രുനാശം വരും, രോഗവിനാശനം വർദ്ധിക്കും, ആയുസ്സു സൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യഹൃദയമാം മന്ത്രമിതുത്തമമെത്രയും ഭക്ത്യാ ജപിക്കെടോ. ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതുമവൻ കൽപ്പകാലാന്തരേ. ധ്യാനിച്ചു കൊൾക നീ നിത്യമിദ്ദേവനെ, സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. സന്താപനാശകരായ നമോ നമഃ, അന്ധകാരാന്തകരായ നമോ നമഃ, ചിന്താമണേ ചിദാനന്ദായ തേ നമഃ, നീഹാരനാശകരായ നമോ നമഃ, മോഹവിനാശകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ, സ്ഥാവരജംഗമാചാര്യായ തേ നമഃ, ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ, സത്വപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ഇത്തമാദിത്യഹൃദയമന്ത്രം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ടിത്രയും ഭക്ത്യാ വർദ്ധിച്ചു കാകുൽസ്തനും കൂപ്പിനാൻ. രാത്രീഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും. പൗലസ്ത്യ രാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ. 7 ദിവസം മുഴുവനീ വണ്ണമേ രോഷീണ നിന്നു പൊരുതോരനന്തരം മാതലിതാനും തൊഴുതു ചൊല്ലിടിനാനേതും വിഷാദമുണ്ടാകായിക മനസേ. മുന്നമഗസ്ത്യ തപോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീ ഇതെന്നോടിനിക്കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു
വാരിധിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവോട് മാരുതവേഗേന രാഘവൻ തന്നോടെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോട് ബാണവുമെന്തൊരു വിസ്മയം അന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പക വൃക്ഷ പുതുമലർ തൂകിനാരുൽപ്പന്നമോദേന വാനവരേവരും രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം നക്തഞ്ചരാധിപ ദേഹമലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടേ പൂർവജനായുധക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മാതലിയും രഘുനന്ദനെ വന്നിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ ചെന്നു നിജ നിജ മന്ദിരം പൂക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും സന്തുഷ്ടനായി അരുൾ ചെയ്തിതു രാഘവൻ ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീന അഭിഷേകവും ചെയ്തു പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. സീതയെ കാട്ടിലേക്ക് അയക്കണം. ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ, നാളെ നേരം വെളുക്കുമ്പോൾ നീ നിൻ്റെ ജ്യേഷ്ഠത്തി അമ്മയെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കണം. സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ടില്ല. മറിച്ച് 13 വർഷക്കാലം കാട്ടിൽ ജീവിച്ച സീതയുടെ മനസ്സ് അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരുന്നു. എൻ്റെ പ്രസവം സന്യാസിമാർക്ക്, ഋഷിമാർക്കിടയിൽ നടക്കണം, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കാടിൻ്റെ മനോഹാരിത എന്നും നമ്മെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കാട് കാണാൻ ഇപ്പോഴും പോകാറുണ്ട്. തോട്ടങ്ങളും കാടുകളുമുണ്ട്. തോട്ടങ്ങൾ, തേയിലത്തോട്ടത്തിൽ തേയില മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളത് കാണാൻ പോകാറില്ല. വനങ്ങൾ അന്നും ഇന്നും മനോഹരങ്ങളാണ്. അരുവികളും കിളികളും പുഴകളും മൃഗങ്ങളും പക്ഷികളും എല്ലാം നിറഞ്ഞ അതിമനോഹരമായ ആ ഒരവസ്ഥയിൽ തൻ്റെ യൗവനത്തിൽ ജീവിച്ച സീതാദേവി അതുമായിട്ട് ഹഠാകർഷിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് സീതയെ പരിത്യജിക്കണം, ആ കാര്യം തീരുമാനമായി. പക്ഷേ ആ പരിത്യാഗം സീതയ്ക്ക് സന്തോഷത്തെ നൽകുന്ന കുറച്ച് ഘടകങ്ങളെങ്കിലും ഉണ്ടാകണം. തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്കും അത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ല. പക്ഷേ ആ ഉപേക്ഷയ്ക്കിടയിലും അവളുടെ മനസ്സ് മടുത്തു പോകാതെ മനസ്സിനെ സംരക്ഷിക്കുന്ന സജ്ജനങ്ങൾക്കിടയിലേക്ക് അവൾ എത്തിപ്പെടണം. അവിടെയാണ് വാൽമീകി മഹർഷിയും അദ്ദേഹത്തിൻ്റെ ആശ്രമവും എല്ലാം അവിടെയാണ്. അവിടെ നൂറുകണക്കിന് ആളുകളുണ്ട്. സീതയെ നന്നായിട്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിചരിക്കുവാൻ കഴിയുന്ന ആളുകളെല്ലാം അവിടെ ഉണ്ട്. സീത അവിടെ രാമനെ ഉപേക്ഷിച്ചു എന്ന കാരണത്തെ മാറ്റി നിർത്തിയാൽ സീത അവിടെ എന്തുകൊണ്ടും സന്തോഷവതിയായിരിക്കും എന്നറിയാവുന്ന രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നീ സീതാദേവിയെ, നിൻ്റെ ജ്യേഷ്ഠത്തി അമ്മയെ നാളെ അവിടെ കൊണ്ടുവന്നാക്കണം. അപ്പോൾ ലക്ഷ്മണൻ ചോദിക്കുന്നു, ഞാൻ എന്തു പറയും ജ്യേഷ്ഠനില്ലാതെ? അപ്പോൾ പറയുന്നു, നീ അവളെ കൂട്ടി പോവുക, ഒന്നും ഇപ്പോൾ പറയേണ്ടതില്ല. അങ്ങനെ കാട്ടിലെത്തിയപ്പോൾ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കിയപ്പോഴാണ് എന്തിനാണ് എന്നെ ഇവിടെ ത്യജിക്കുന്നത് എന്ന സത്യത്തെ സീത അറിയുന്നത്. ഗംഗയ്ക്ക് നേരെ ഓടാൻ തുനിയുകയാണ് സീത. ഈ കൊടിയ അപമാനത്തെ പേറിക്കൊണ്ട് ഞാനിനി ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് എത്രമാത്രം കഷ്ടപ്പെട്ടു സീതാദേവി. ആ നിറഗർഭിണി ഇപ്പോഴിത് അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. സീതാദേവി കളങ്കപ്പെട്ടവളാണെന്ന് ഒരലക്കുകാരൻ പറഞ്ഞപ്പോൾ
യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ തന്നെ ഇതാ കാട്ടിൽ തള്ളിയിരിക്കുകയാണ് തൻ്റെ ഭർത്താവ്. ആർക്കു വേണ്ടിയാണോ തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്, അദ്ദേഹത്തിൽ നിന്ന് എനിക്കൊരു നീതിയും കിട്ടിയില്ലല്ലോ. സീതാദേവി ഇങ്ങനെ പരിതപിച്ചു. ന്യായങ്ങളേറെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ലക്ഷ്മണൻ പറയുന്നുണ്ട്, അമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന മക്കൾ, രാമൻ്റെ രാജധർമ്മം, ഈ കാര്യങ്ങളെല്ലാം ആ വൈകാരിക നിമിഷത്തെ ഒന്ന് കടന്നു കിട്ടിയപ്പോൾ സീതാദേവി ചിന്തിക്കുകയാണ്. പലപ്പോഴും വിഷയങ്ങൾ അങ്ങനെയാണ്. വികാരങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വിവേകം ഉണരില്ല. അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത്, ക്രോധാത് ഭവതി സമ്മോഹ, ക്രോധത്തിൽ നിന്ന് സമ്മോഹം, അറിവില്ലായ്മ. സമ്മോഹാത് സ്മൃതി വിഭ്രമ, അറിവില്ലായ്മയിൽ നിന്ന് ഓർമ്മക്കുറവ്. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ഓർമ്മക്കുറവിൽ നിന്ന് ബുദ്ധിനാശം. ബുദ്ധിനാശാത് പ്രണശ്യതി, ബുദ്ധിനാശം സർവനാശം. അതുകൊണ്ടാണ് ക്രോധം വരുമ്പോൾ ആരോടാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് സംസാരിക്കുന്നത് ഒക്കെ നമ്മളോട് മറന്നു പോകുന്നു. പരിസരം മറന്നു പോകുന്നു. പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞു പോകുന്നു. മറ്റുള്ള മനസ്സിനെ അതെങ്ങനെ വിഷമിപ്പിക്കുമെന്ന് നാം ചിന്തിക്കാതെ പോകുന്നു. ഇതൊക്കെ ക്രോധം വരുമ്പോഴാണ്. ആ വികാരങ്ങൾക്ക് അടിമപ്പെട്ട അവസ്ഥയിൽ നിന്ന് അല്പം സമയം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒരു പക്വതയാർന്ന ചിന്തയിലേക്ക് എത്തപ്പെടുന്നു. തന്നെ എന്തിനായിരിക്കും തൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചത്? എന്താണ് രാജധർമ്മം? ഇത് കൃത്യമായിട്ടറിയാം. രാജാവിൻ്റെ മകൾ കൂടിയാണ് സീതാദേവി. സീതാദേവി വിചിന്തനം ചെയ്തു. ഒരു ഭാഗത്ത് രാജധർമ്മവും മറുഭാഗത്ത് ഭർത്തൃധർമ്മവും. ഭർത്താവും രാജാവും തമ്മിൽ സംഘർഷം നടന്നാൽ ആരാണ് വിജയിക്കേണ്ടത്? അത് രാജാവ് തന്നെയായിരിക്കണം. രാജാവ് തോറ്റുപോയാൽ രാജ്യം തോറ്റുപോകും. ഭർത്താവ് തോറ്റുപോയാൽ കുടുംബം മാത്രമേ തോറ്റുപോകുള്ളൂ. ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലെ വിഷയമായിട്ട് അത് ഒതുങ്ങും. പക്ഷേ രാജാവ് ധർമ്മ വ്യവസ്ഥിതിക്കെതിരെയാണ് എങ്കിൽ രാജാവ് തോറ്റുപോയാൽ രാജ്യം തോറ്റുപോകും. അതുകൊണ്ടാണ് കല്യാണത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചു കുന്തിദേവി. നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഭാരതത്തിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് അന്നും ഇന്നും വിവാഹം കഴിക്കാത്ത പെൺകുട്ടി പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കല്യാണത്തിന് മുമ്പ്, വിവാഹത്തിന് മുമ്പ് രാജകുമാരി പ്രസവിച്ചു എന്ന് ലോകം അറിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? തനിക്കേറെ പ്രിയപ്പെട്ട കർണനെ പെട്ടിയിലാക്കി ഒഴുക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. യാതൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല കുന്തിദേവിക്ക്. മഹത്താ ത്യാഗമാണ് കുന്തിദേവി പിന്നീട് നമ്മളെ പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഈ ഒരു പാപം കുന്തിദേവി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു നിർവാഹവുമില്ലാത്ത അത് ചെയ്യേണ്ടി വന്നതാണ്. ആ കുന്തിദേവിയുടെ രണ്ടാമത്തെ പുത്രൻ ഭീമസേനൻ ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രയുടെയും 100 മക്കളെ തല്ലിക്കൊന്നു. യുദ്ധം അവസാനിച്ചപ്പോൾ 18 ദിവസം നീണ്ടുന്ന യുദ്ധത്തിനൊടുവിൽ വിജയം പാണ്ഡവർക്കൊപ്പമായിരുന്നു. വിജയിച്ചവർക്ക് രാജമാതാ പദവിയിലേക്ക് വരേണ്ടത് കുന്തിദേവിയാണ്. യുധിഷ്ഠിരൻ തൻ്റെ അമ്മയുടെ കാൽക്കീഴിൽ രാജ്യം വെച്ചുകൊണ്ട് പറയുകയാണ്, അമ്മ കാട്ടിലും മേട്ടിലും ഞങ്ങളെയും കൊണ്ട് അലഞ്ഞു, ഇനിയൊരു അലച്ചിലില്ല. അമ്മയ്ക്ക് വേണ്ടി ഞങ്ങളിതാ രാജ്യം നേടിയിരിക്കുന്നു. സുഖസുന്ദരമായിട്ട് രാജമാതാവായിട്ട് അമ്മയുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട്, അമ്മയുടെ ആജ്ഞ പ്രാവർത്തികമാക്കുവാൻ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ജീവിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും ഒപ്പം അവരെ പരിചരിക്കുവാൻ കാട്ടിൽ പോവുകയാണ് കുന്തി. കുന്തി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ രണ്ടാമത്തെ മകനാൽ ഈ അമ്മയുടെ 100 മക്കൾ കൊല്ലപ്പെട്ടു. അന്ത്യേഷ്ടി കർമ്മത്തിന് ആരുമില്ല. ആ അച്ഛനും അമ്മയ്ക്കും വേണ്ടി, അവരെ പരിചരിക്കുവാൻ വേണ്ടി, അവർക്കൊപ്പം എനിക്കേത് രാജ്യത്തേക്കാൾ വലുതാണ് ഇവർക്കൊപ്പമുള്ള താമസം എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോയി കാട്ടു തീയിൽപ്പെട്ട് 3 പേരും വെന്തും മരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള ത്യാഗം ഏതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്ക് ആലോചിക്കാൻ കഴിയണം. മഹാഭാരതത്തിൽ നിന്ന് ഈ ഒരു ഭാഗം കുന്തിദേവിയുടെ മഹാത്യാഗം. ഒരു തെറ്റുപറ്റിയിട്ടുണ്ട് കുന്തിദേവിക്ക്. കല്യാണത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചു, തെറ്റ് തന്നെയാണ്. പക്ഷേ മഹാസാമ്രാജ്യം കൈവെള്ളയിൽ വന്നിട്ടും രാജമാതാ പദമലങ്കരിക്കാതെ കാട്ടിൽ പോയി ആരെ പരിചരിക്കണമോ അവരെ പരിചരിച്ചുകൊണ്ട് കാട്ടുതീയിൽപ്പെട്ട് വെന്തു വെണ്ണീറായി പോകുന്ന കുന്തിദേവി നമ്മെ പഠിപ്പിക്കുമ്പോൾ കുന്തിയും സീതാമാതാവുമെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ അനവധിയാണ്, നിരവധിയാണ്. സീതാദേവി വിചിന്തനം ചെയ്തു. വൈകാരിക നിമിഷങ്ങൾ കടന്നു കിട്ടിയപ്പോൾ തൻ്റെ ഭർത്താവ് കേവലം ഒരു ഭർത്താവ് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ മാതൃകയായ അയോധ്യാപുരിയിലെ രാജാവാണ്, കോസല സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണ് തൻ്റെ ഭർത്താവ്. അതുകൊണ്ട് ഭർത്തൃധർമ്മമാണ് ഒന്നാമത്തെ ധർമ്മം. ആ ധർമ്മത്തിന് വേണ്ടി എന്നെ ത്യജിച്ചതിൽ ഞാൻ സന്തോഷവതിയാണെന്ന ആ ഭാവത്തിലേക്ക് ഉയരുന്ന സീതയെയാണ് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ നാം കാണുന്നത്. മഹർഷി സ്വീകരിച്ച് സീതയെ കൊണ്ടുപോകുന്നു. സീതയോട് പറയുന്നു, ഞാൻ നിനക്ക് പുതിയൊരു പേര് നൽകുന്നു, ലക്ഷ്മി എന്നാണ് നീ ഇവിടെ അറിയപ്പെടുക.
യഥാർത്ഥ പേര് തന്നെ, ഉചിതമായ പേര് തന്നെയായിരുന്നു. മഹാലക്ഷ്മിയാണല്ലോ സീതാദേവി. ഇന്നു മുതൽ ഈ ആശ്രമത്തിൽ ലക്ഷ്മിയും നമുക്കൊപ്പം ഉണ്ടാകും. ഗർഭിണിയാണ്. എല്ലാതരം ശുശ്രൂഷകളും പ്രത്യേക ശ്രദ്ധയും ഈ മഹതിക്ക് വേണമെന്ന് മഹർഷിയുടെ ആജ്ഞയുമുണ്ടായി. സന്തോഷത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് മാൻപേടകളും മുയലുകളും വന്യമൃഗങ്ങളും ഘോരമൃഗങ്ങളും എല്ലാം ഒന്നിച്ചു ജീവിക്കുന്ന പ്രകൃതിയുടെ മനോഹരമായ ആവാസ വ്യവസ്ഥതയിൽ ആ കാടിൻ്റെ മധ്യത്തിലുള്ള വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ സീതാദേവി എത്തിയിരിക്കുന്നു. സീതാദേവി നിറഗർഭിണിയാണ്. സീതാദേവിയുടെ പ്രസവത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്കടുത്ത് പാങ്ങോട് സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ സ്വാമി ക്ഷേത്രം. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മദ്രാസ് റെജിമെന്റിന് കീഴിലാണ്. പ്രധാന പ്രതിഷ്ഠ ഹനുമാൻ സ്വാമിയാണ്. പുറമെ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത. ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയ്ക്ക് 175 വർഷത്തെ പഴക്കമുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശിവനും ശ്രീ മഹാദേവനും ശ്രീ മഹാവിഷ്ണുവും തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രധാന ദേവതയായിട്ടുള്ള ഹനുമാൻ സ്വാമിയോടൊപ്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ്. ഗണപതിയും നാഗദേവതയും ഉപദേവതകളായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷാൽ പൂജകളെന്ന് പറയുന്നത് നമുക്ക് ഉദയാസ്തമന പൂജ വരുന്നുണ്ട്. എല്ലാ ദിവസവും ഉദയാസ്തമന പൂജയുണ്ട്. അതുപോലെ നിത്യവും കലശം നടക്കുന്നു, നവക പൂജ നടക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വടമാല, അവൽ നൈവേദ്യം, അതുപോലെ തന്നെ മുഴുക്കാപ്പ്, മുഖച്ചാർത്ത്, ഇത് പ്രധാനപ്പെട്ട വഴിപാടാണ്. ഈ ക്ഷേത്രത്തിൽ വെണ്ണ കൊണ്ടാണ് ഇവിടെ മുഴുക്കാപ്പ് ചാർത്തുന്നത്. കന്യാകുമാരി ജില്ലയിലെ ആർവാൾമൊഴി ഇന്നത്തെ അരസൊലിയിൽ നിന്നും 1836 തിരുവിതാംകൂർ നായർ ബ്രിഗേഡ്സ് വാർഷിക പരിശീലനത്തിനിടയിൽ ഒരു ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നുമാണ് ശിവവിഗ്രഹം ലഭിക്കുന്നത്. പിന്നീട് 1840 പാളയം സൈനിക താവളത്തിലേക്ക് വിഗ്രഹത്തെ മാറ്റി. അതേ വർഷം തന്നെ ശിവവിഗ്രഹം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ എത്തിച്ചു. വർഷങ്ങളായി പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ ഒരു ക്ഷേത്രം വേണമെന്ന ആവശ്യമുണ്ടായിരുന്നു. ശിവവിഗ്രഹത്തോടൊപ്പം കോട്ടയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന വിഷ്ണു വിഗ്രഹവും ആചാരവിധികൾ പ്രകാരം പാങ്ങോട് ക്ഷേത്രത്തിൽ സ്ഥാപിച്ച് പിന്നീട് ജ്യോതിഷ പ്രവചന പ്രകാരം ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് സ്ഥാനമുള്ളതായി തെളിയുന്നു. കോട്ടയ്ക്കകത്തു നിന്നും ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം പാങ്ങോട് മാറ്റി സ്ഥാപിച്ചു. ക്ഷേത്രത്തിനോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറായി ഒരു പഴയ ശ്രീകൃഷ്ണ വിഗ്രഹവും കണ്ടെത്തി. 1986 താന്ത്രിക വിധി പ്രകാരം വിഷ്ണുവിനോടൊപ്പം ശ്രീകൃഷ്ണനെ ആവാഹിച്ച് ക്ഷേത്രത്തിൽ കുടിയിരുത്തി. പഴക്കം ചെന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ആചാരവിധി പ്രകാരം കടലിലൊഴുക്കി. ശ്രീരാമഭക്തിയുടെ ഉച്ചസ്ഥായിയായിട്ടുള്ള ഹനുമാനാണ് പാങ്ങോട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഒരു ദിവസം സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുന്ന സീതാദേവിയോട് ഹനുമാൻ ചോദിച്ചു, എന്തിനാണ് ദേവി സിന്ദൂരം നെറ്റിയിൽ തൊടുന്നത്?
പതിയായ ശ്രീരാമചന്ദ്രന് ആയുരാരോഗ്യത്തിന് വേണ്ടിയാണെന്ന് സീതാദേവിയുടെ മറുപടി. ഇത് കേട്ട ഹനുമാൻ സ്വാമി സമീപത്തുണ്ടായിരുന്ന സിന്ദൂരം ശരീരമാസകലം പുരട്ടിയെന്നാണ് ഐതിഹ്യം. ഇപ്രകാരം കുടുംബത്തിന്റെ ഐക്യത്തിനു വേണ്ടി സിന്ദൂരാർച്ചന ക്ഷേത്രത്തിലെ പതിവ് പൂജയാണ്. പ്രധാനമായിട്ടും കുങ്കുമാർച്ചന വളരെ പ്രാധാന്യം ഉള്ളൊരു ക്ഷേത്രം കൂടെയാണ് ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രം. കാരണം ഹനുമാൻ ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന പ്രത്യേകിച്ച് കേരളത്തിൽ എവിടെയും കണ്ടുവന്നിട്ടില്ല. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കുങ്കുമാർച്ചയ്ക്ക് വളരെ പ്രാധാന്യം ലഭിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാദേവി ഒരിക്കൽ ഹനുമാൻ സ്വാമിയോട് നിൽക്കുന്ന സമയത്ത് തന്നെ സീതാദേവി ഇങ്ങനെ സിന്ദൂരം നെറുകയിൽ ചാർത്തി കാണുകയുണ്ടായി. ആ സമയത്ത് ഹനുമാൻ സ്വാമി ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് താങ്കളിങ്ങനെ സിന്ദൂരം ചാർത്തുന്നത് നെറ്റിയിൽ? അപ്പം സീതാദേവി മറുപടി പറഞ്ഞു, തൻ്റെ ഭർത്താവായിട്ടുള്ള ശ്രീരാമദേവൻ്റെ ആയുരാരോഗ്യത്തിനും ഐശ്വര്യത്തിനും ആയുസ്സിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിന്ദൂരം ചാർത്തുന്നതെന്ന് പറയുകയുണ്ടായി. ഇത് കേട്ടുകൊണ്ട് ശ്രീ ഹനുമാൻ സ്വാമി അപ്പോൾ തന്നെ ദേഹമാസകലം സിന്ദൂരം ചാർത്തുന്നതായിട്ടാണ് ഐതിഹ്യത്തിൽ കണ്ടുവരുന്നത്. വ്യാഴം ശനി ദിവസങ്ങളിൽ പ്രത്യേക നീലാഞ്ജനാർച്ചനകളും ഹനുമാന്റെ ജന്മദിനമായി കരുതുന്ന ചൊവ്വ ദിവസം പ്രത്യേക പൂജകളും നടത്തുന്നുണ്ട്. ഈ അമ്പലം ആർമിയുടെ മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിൽ തിരുവാതിര കമ്മിറ്റിയുടെയും അഡ്വൈസറി കമ്മിറ്റിയുടെയും കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ അമ്പലത്തിൽ ദിനംപ്രതി ഭക്തരുടെ ഒഴുക്ക് കൂടി വരികയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. ഈ അമ്പലത്തിൽ പുതിയ അർച്ചനകൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് കുങ്കുമാർച്ചന ഭയങ്കര വിശേഷ അർച്ചനയാണ്. അതുപോലെ തന്നെയാണ് വാഹനപൂജ. ഈ അമ്പലത്തിൽ വരുന്ന സെപ്റ്റംബറോടുകൂടി പിന്നെ ഓൺലൈൻ വഴിപാട് ബുക്കിംഗ് സുവിധ ചെയ്യുന്നതായിരിക്കും. രാവിലെ 5 മണി മുതൽ 10:45 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെയുമാണ് ക്ഷേത്ര ദർശനം. മഹാശിവരാത്രി, ശ്രീകൃഷ്ണ ജയന്തി, ശ്രീരാമ ജയന്തി, ഹനുമാൻ ജയന്തി, മഹാനവമി അങ്ങനെ ഹൈന്ദവ ആചാര ദിവസങ്ങളിലെല്ലാം പ്രത്യേക പൂജകൾ ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. എല്ലാ ദിവസവും കലശപൂജയും ഭക്തർക്ക് ലഭിക്കുന്നു.